ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ബ്രദർ ജോബി ബേബി. അനേകം ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന ഓപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾ പോലും തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെയാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ജിംബർ ഹോസ്പിറ്റൽ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഈ ജിംബർ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് പോണ്ടിച്ചേരിയിലാണ്. ഈ ജിംബർ ഹോസ്പിറ്റലിനെ കുറിച്ച് കേരളത്തിൽ അനേകം ആളുകൾക്ക് അറിവില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ കുറച്ച് നാളുകളായി ഈ ജിംബർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായി പലരെയും കൊണ്ടുപോവുകയും നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങൾ, വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഹൃദ്രോഗം, ക്യാൻസർ, കിഡ്നി സംബന്ധമായ മനുഷ്യ ശരീരത്തിലെ ഏത് രോഗത്തിനും തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നത്. നമ്മൾ സാധാരണഗതിക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു OP ടിക്കറ്റ് എടുക്കുന്നതിന് മുതൽ ചാർജുകൾ ഈടാക്കും. ഇത് ഈ ഹോസ്പിറ്റലിൽ വന്ന് നമുക്ക് ഒരു OP ടിക്കറ്റ് എടുക്കുന്നതിന് പോലും ഒരു ചാർജ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഡോക്ടറെ കാണുന്നതിനും എല്ലാ മാർഗനിർദ്ദേശങ്ങൾക്കും നാനാ ഭാഷയിലുള്ള, അത് മലയാളം അറിയാവുന്ന ഒത്തിരി ആളുകൾ അവിടെയുണ്ട്. നമ്മളെ സഹായിക്കുവാനായിട്ടും നേഴ്സുമാരായിട്ടും പഠിക്കുന്ന കുട്ടികളായിട്ടും ഡോക്ടർമാരായിട്ടും മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സംസാരിക്കുവാനൊരു ഭാഷ തടസ്സമായിട്ട് വരുന്നില്ല. നമുക്ക് ഡോക്ടറെ കാണുന്നതിനോ ചെക്കപ്പ് നടത്തുന്നതിനോ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനോ യാതൊരു വിധത്തിലുള്ള ചെലവുകളുമില്ല, തികച്ചും സൗജന്യമാണ്. എല്ലാ ദിവസവും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് ബസ് പുറപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിക്ക് 675 രൂപ മാത്രമാണ് ഒരു വശത്തേക്കുള്ള യാത്രാക്കൂലി വരുന്നത്. പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയാൽ ജിംബർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന നിറയെ ബസ്സുകളുണ്ട്. അതിന് 7 രൂപ ടിക്കറ്റാണ് വരുന്നത്. അല്ലെങ്കിൽ അവിടെ ഷെയർ ഓട്ടോ കിട്ടും. 10 രൂപ കൊടുത്താൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ചെന്നിറങ്ങാം. ഈ ബസ്സിനാണെങ്കിലും ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ ചെന്നിറങ്ങാം. 7 രൂപയാണ് മുടക്കുള്ളൂ. ശനി ഞായർ ദിവസങ്ങൾ അവധിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണിക്ക് മെയിൻ ഗേറ്റ് തുറക്കും. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് അവർ ചോദിക്കും. ആധാർ കാർഡ് നിർബന്ധമാണ്. ആധാർ കാർഡ് കൊടുത്ത് നമ്മൾ ആ ടോക്കൺ അനുസരിച്ച്, ടോക്കൺ വിളിക്കുന്നതനുസരിച്ച് നമ്മൾ ആധാർ കാർഡുമായി ചെന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏത് രോഗത്തിനാണ് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് നമുക്ക് നൽകുന്നതാണ്. അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകുന്നത് വഴി ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ ആ ഡോക്ടർക്ക് നമ്മൾ ചീട്ടെടുക്കുന്നു. 9 മണിക്കാവുമ്പോഴാണ് ഡോക്ടർ വരുന്നത്. ഡോക്ടർ വന്ന് നമ്മളെ കൺസൾട്ട് ചെയ്ത് എന്താണ് നമ്മുടെ രോഗവിവരങ്ങളെല്ലാം വ്യക്തമായിട്ട് അന്വേഷിച്ച് അറിയുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നമുക്ക് അവിടെ ഒരു ഭാഷ തടസ്സമാകുന്നില്ല. മലയാളം അറിയാവുന്ന നിരവധി ആളുകൾ അവിടെയുണ്ട്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും മലയാളം അറിയാവുന്ന അനേകം ആളുകൾ അവിടെയുണ്ട്. നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് ഡോക്ടർ ട്രീറ്റ്മെന്റിനായി സ്കാനിങ്ങോ ചെക്കപ്പോ അങ്ങനെ എന്തെങ്കിലും കുറിച്ച് തന്നാൽ അവിടുന്ന് തന്നെ തികച്ചും സൗജന്യമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടുന്ന് എന്തെങ്കിലും മെഡിസിൻസ് കുറിച്ച് തന്നാൽ അത് അവിടുത്തെ ഫാർമസിയിൽ നിന്നാൽ തികച്ചും സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, രാവിലെ നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വൈകിട്ട് വരാം എന്നൊരു ചിന്തയിൽ അങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും 2, 3, 4 തവണ നമ്മൾ ഡോക്ടറെ മാറി മാറി കാണേണ്ടി വരും. ഏത് രോഗമാണ് ആ രോഗത്തിന് ശരിയായ ട്രീറ്റ്മെന്റ് ലഭിക്കണമെങ്കിൽ നമ്മൾ ക്ഷമയും നല്ല സഹനശേഷിയും വേണം. കാരണം ക്ഷമ വേണം. നല്ല തിരക്കുള്ള സ്ഥലമായതിനാൽ നല്ല ക്ഷമ നമുക്ക് ആവശ്യമാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് തിരക്ക് കൂട്ടി ഞാൻ ഇത്രയും ദൂരെ നിന്നാണ് വന്ന് അങ്ങനെയൊന്നും അവിടെ നടക്കില്ല. ടോക്കൺ നമ്പർ അനുസരിച്ച് മാത്രമാണ് അകത്ത് കയറാൻ കഴിയുള്ളൂ. അനേകം ആളുകൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണാനിടയായി. അവർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും അവിടെ ഒരു ഇതല്ല. നമ്മുടെ ടോക്കൺ നമ്പർ എത്രയാണോ ആ നമ്പർ അനുസരിച്ച് അകത്ത് കയറാൻ പറ്റും. അത് നമ്മുടെ നേരത്തെ നമ്മൾ ടോക്കൺ എടുത്താൽ നേരത്തെ നമുക്ക് അകത്ത് കയറാം. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണുന്നു. പലതവണ ഡോക്ടർ വരാൻ പറയുമ്പോൾ ആ ഡേറ്റിൽ തന്നെ കറക്റ്റായിട്ട് ചെല്ലുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾക്ക് ആകെ വരുന്ന ചെലവ്, യാത്രാ ചെലവ് നമുക്കൊന്ന് വരും. പിന്നെ ഭക്ഷണം, അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന്റെ ചെലവ് വരും. അഥവാ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വന്നാൽ താമസിക്കാനുള്ള സൗകര്യവും അവിടെ ലഭ്യമാണ്. കാരണം ഹോസ്പിറ്റലിന് വെളിയിലുള്ള പല സ്ഥലത്തും താമസിക്കാനുള്ള സൗകര്യം നമുക്ക് കിട്ടും. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെയുള്ള യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ ഈ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. രോഗത്താൽ വലയുന്ന അനേകർക്ക് ഇതൊരു ആശ്വാസമാകുവാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ജീവനെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ വലിയ പുണ്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. തികച്ചും സൗജന്യമായിട്ട് തന്നെ ഞാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എൻ്റെ പേര് ബ്രദർ ജോബി ബേബി എന്നാണ്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഇനിയും പുതിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. ദൈവ തിരുനാമം മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ.